പത്രമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ആദ്യം കാണിക്കുന്നത് നമ്മൾ അനാമികയാണെങ്കിൽ കാമുകനായ സ്റ്റെബിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റെബിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അറിഞ്ഞു കാണുമല്ലോ, ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഞാൻ പടിയിറങ്ങി. ആദ്യം എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയാണ്, പക്ഷേ ഇപ്പോൾ അവരാണ് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ സ്റ്റെബിന് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, സ്റ്റെബിന് പൈസയാണല്ലോ കൂടുതൽ മോഹിച്ചത്. അങ്ങനെ സ്റ്റെബിൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റെബിൻ പറയുന്നുണ്ട്, അതിങ്ങനെ നീ അനിയെ ഡിവോഴ്സ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അനി എപ്പോൾ വേണമെങ്കിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അനി തയ്യാറാണ്, ഞാനാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. വീണ്ടും സ്റ്റെബിൻ ചോദിക്കുന്നുണ്ട്, നീ അനന്തപുരിക്കാരുടെ സ്വത്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചല്ലായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, ആ സ്വത്ത് അത് ഞാൻ വാങ്ങിച്ചെടുക്കും, അതിനുള്ള കുറുക്ക് വഴിയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മറ്റേ ചന്തു എന്ന് പറഞ്ഞൊരു കൊച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ആദർശം എന്ന് പറഞ്ഞ അയാൾക്ക് കല്യാണത്തിന് മുമ്പ് വേറൊരു പെണ്ണിൽ ജനിച്ചൊരു കൊച്ചാണ്. അപ്പോൾ അത് വെച്ചായിട്ട് ഞാനിനി കളിക്കാൻ പോകുന്നത്, അത് വെച്ചിട്ട് ഞാൻ അനന്തപുരിക്കാരെ വട്ടം ചുറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർക്ക് ഒരു നിവർത്തിയില്ലാതെ വരുമ്പോൾ അവരൊരു കോമ്പൻസേഷന് അവർ വരുന്ന ടൈമിൽ ഞാൻ അവരുടെ അടുത്തൊരു 10 കോടി രൂപ ചോദിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് 10 കോടി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റെബിൻ്റെ കണ്ണാണെങ്കിൽ തെള്ളും കേട്ടോ. അപ്പോഴത്തേക്ക് പറയും, ആ 10 കോടി തന്നെ, 10 കോടിയൊക്കെ അനന്തപുരിക്കാർക്ക് വെറും നിസ്സാരമാണെന്ന് പറയുന്നുണ്ട്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഡിവോഴ്സ് എന്ത് വേണമെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറയും. പക്ഷേ എന്നാലും ഞാൻ അവരെ വെറുതെ വിടത്തില്ല, അവരെ ഞാൻ എത്രത്തോളം നാണം കെടുത്താവും അത്രത്തോളം നാണം കെടുത്തുമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് സ്റ്റെബിൻ പറയുന്നുണ്ട്, എന്തായാലും അനന്തപുരിക്കാരാണ്, അവർക്ക് അത്രമാത്രം ഹോൾഡും കാര്യങ്ങളും ഉള്ളതാണ്, അത് നീ ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അനാമിക പറഞ്ഞ അതൊക്കെ അത്രയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റെബിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക, കാരണം വെച്ചാൽ കോടികളിലെ അനാമിക കൊണ്ടുവരും. പോയതിന് ശേഷമാണ് ആണെങ്കിൽ നമ്മൾ സ്റ്റെബിനാണെങ്കിൽ സ്റ്റെബിൻ്റെ കൂട്ടുകാരെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഒന്നാം തരം ഉടായ്പാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പിന്നെ എനിക്കിപ്പോൾ അവളെ ആവശ്യമുണ്ട്, എനിക്കിപ്പോൾ എന്തായാലും അയർലാൻഡിൽ പോകണമെങ്കിൽ എനിക്കൊരു 20 ലക്ഷം രൂപ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തായാലും അവളെ തേച്ചൊക്കെ നമുക്ക് സമ്പാദിക്കാമല്ലോ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാനൊക്കെ എത്രയും ലിവിങ് ടുഗദറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇപ്പം ഒരു ലിവിങ് ടുഗദർ പോലെ ജീവിച്ചിട്ട് അവളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റി പോകുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, എനിക്കെന്തായാലും പൈസ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. അവൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, എന്തായാലും അവൾ ചെന്ന് കയറിയത് നല്ലൊരു തറവാട്ടിലായിരുന്നു അവൾ ചെന്ന് കയറിയത്, പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് അവരെ ഒഴിവാക്കിയിട്ട് നിൻ്റെ കൂടെ ഇറങ്ങി വരാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നീ ആലോചിക്കണം, അവൾ നിന്നെ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും നിന്നെ ഒഴിവാക്കിയിട്ട് അവൾ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കൂടെ ലിവിങ് ടുഗദറായിട്ടോ എന്തൊക്കെ ജീവിക്കാനൊക്കെ തീരുമാനിച്ചെന്നൊക്കെ പറയും. അപ്പം എനിക്ക് മുമ്പേ അവളുടെ സ്വഭാവം അറിയാം, പഠിക്കുന്ന കാലം തൊട്ടേ അവൾക്ക് എൻ്റെ അടുത്തൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവൾ അച്ഛൻ്റെ കടം തീർക്കാൻ വേണ്ടിയാണ് അവൾ പിന്നെ അനിയെ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ എന്തായാലും എനിക്ക് അയർലാൻഡിൽ എത്തണം, അതിന് എനിക്കൊരു 19 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അവളെ കയ്യിൽ നിന്ന് എനിക്ക് ഒപ്പിച്ചെടുക്കണം. അപ്പം അയർലാൻഡിൽ പോയിട്ട് എനിക്ക് അതിന് മുമ്പേ അവളെ ഒഴിവാക്കിയിട്ട് എങ്ങനെയും അയർലാൻഡിൽ പോകണം, പോയതിന് ശേഷം എനിക്ക് അവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കണക്കൊരു ജോലി എനിക്ക് നേടിയെടുത്തിട്ട് അവിടെ നിന്ന് മദാമ്മയെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് അവിടെ സുഖമായിട്ട് എനിക്ക് ജീവിക്കണമെന്നൊക്കെ പറയും. എന്തായാലും അവനിക്കിപ്പം വേണ്ടത് പൈസയാണ്, പിന്നെ അതുപോലെ അനാമിക അവനെ എന്തായാലും ചതിക്കുമെന്നുള്ള കാര്യം എന്തായാലും സ്റ്റെബിനും അറിയാം. അതുകൊണ്ട് തന്നെ അനാമിക ചതിക്കുന്നതിന് മുമ്പ് അവനിക്ക് ആവശ്യമുള്ള പൈസയെല്ലാം അനാമികയുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചിട്ട് അവനിക്ക് എന്തായാലും മുങ്ങാനുള്ള എല്ലാ തീരുമാനങ്ങളും അവൻ എടുത്തിട്ടുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മളെ നന്ദുവിനെ കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, എന്തായാലും അനിയുടെ ഫോണോ മെസ്സേജൊക്കെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരിക്കും. അപ്പം നന്ദു ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും അനി സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ഞാനും അനിയെ സ്നേഹിക്കുന്നുണ്ട്, ആയിരിക്കും അനി വിളിക്കാതെയും മെസ്സേജ് അയക്കാതെയൊക്കെ ഇരിക്കുമ്പം എനിക്ക് ഇത്രയ്ക്കും ടെൻഷൻ ആവുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാലും എന്താ അവൻ വിളിക്കാത്തതിന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ പിന്നെ നമ്മൾ അനിയും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, എന്താ അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കാത്ത, അവൾക്കും എന്നെ വിളിക്കാമല്ലോ, അപ്പം അവൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും, അതായിരിക്കും അവൾ ആ നെഞ്ചിടിപ്പ് എനിക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ രണ്ടുപേരും ഇരിക്കുകയാണ് കേട്ടോ. ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ജലജയും അബിയും ആണെങ്കിലും നമ്മളെ ജാനകിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇനി ജാനകിക്ക് എരിയേറ്റി കൊടുക്കണ്ടെങ്കിലല്ലേ അവരെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ ജാനകിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ അനിയുടെ ഫോൺ വാങ്ങിച്ചു വെച്ചത് നീ തിരിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജാനകി പറയുന്നുണ്ട്, ഇല്ല കൊടുത്തിട്ടില്ല, അതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയും. അപ്പം നമ്മളെ ജലജ പറയുന്നുണ്ട്, ചുമ്മാ അല്ല അവിടെ അവൻ ഇരുന്ന് ജരിപിരി കൊണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
എനിക്കാണെങ്കിൽ ഇരിക്കെ പുറത്തില്ല അവളെ വിളിക്കാത്തതുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അഭി പറയുന്നുണ്ട് ഇനിയിപ്പം കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നെങ്ങാണൊക്കെ അവൻ ഇനി അവളെ വിളിക്കുന്നുണ്ടോയെന്നൊന്നും അറിയാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ജലജ പറയുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, ഇവൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ എല്ലാവരും പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അഭിയാണെങ്കിൽ പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ട്, അതൊരു വഴി കാണിച്ചു തരാം, ആ ഫോൺ ഇങ്ങ് എടുക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അവർ ചോദിക്കും എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും അതൊരു ട്രിക്ക് ഉണ്ടെന്ന് പറയാട്ട് അനി അയക്കുന്ന കണക്ക് ഒരു ഉറങ്ങിയോ എന്നൊരു മെസ്സേജ് അയക്കും. കാര്യം വെച്ചാൽ അഭിക്കാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ കാമുകിമാർക്ക് മെസ്സേജ് അയച്ചിട്ട്. അപ്പം അവർ ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അഭി പറയും അത് കാമുകന്മാർ അങ്ങനെയാണ് മെസ്സേജൊക്കെ അയക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നന്ദുവിന് അനിയെ ഇഷ്ടമാണെങ്കിൽ ഇപ്പം ഇതിനുള്ള റിപ്ലൈ വരുമെന്നും പറഞ്ഞിട്ട് ഇവർ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ മെസ്സേജ് നന്ദുവിനാണെങ്കിൽ മെസ്സേജ് ചെല്ലുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്, പക്ഷേ നന്ദു ആണെങ്കിൽ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ കാര്യം വേറെ ഒന്നുമല്ല, ഇനിയിപ്പം റിപ്ലൈ അയക്കുമ്പോഴത്തേക്കും അനിയുടെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ നമ്മൾ നന്ദു ആണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പം നന്ദു പറയുന്നുണ്ട് എന്തായാലും അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ അതിൽ തന്നെ എനിക്ക് സമാധാനമായി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മൾ അഭിയാണ് കേട്ടോ. അപ്പോൾ അഭിയെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും മെസ്സേജ് അയച്ചിട്ടും എന്തായാലും നന്ദു റിപ്ലൈ ഒന്നും തരുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ജാനകി ചോദിക്കും അതെന്താടാ റിപ്ലൈ ഒന്നും വരാത്തതെന്ന് ചോദിക്കുമ്പം നമ്മൾ അഭി പറയുന്നുണ്ട് എന്തായാലും മെസ്സേജ് അവൾ കണ്ടിട്ടുണ്ട്, എന്തായാലും അവൾ ബുദ്ധിയുള്ള പെണ്ണല്ലേ, ബുദ്ധിയുള്ള പോലീസുകാരിയല്ലേ, അപ്പം മെസ്സേജിന് റിപ്ലൈ തന്നാൽ ശരിയാവത്തില്ല എന്നൊക്കെ വിചാരിച്ച് കാണുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജാനകി അടുത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് ജാനകി എന്തായാലും നീ സൂക്ഷിച്ചോണോ എന്നൊക്കെ പറയുകയാണ്. ഈ ഫോണിലെങ്ങാനും ഒരു മെസ്സേജോ കാര്യങ്ങളോ അവളെ വരുവാണെങ്കിൽ നീ ആ ഫോണും ആ മെസ്സേജുമായിട്ട് നീ അവളെ അച്ഛൻ്റെ അമ്മയടുത്തും ചെന്നിട്ട് അവരുടെ അടുത്ത് അവരെ നല്ല ആട്ടി സംസാരിക്കണം. ഇനി മേലെ അവർ ഈ അനന്തപുരി തറവാട്ടിൽ വരാത്ത രീതിയിൽ നീ അവരുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജാനകി പറയും ഞാനതെല്ലാം നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജാനകിക്കാണെങ്കിൽ ആവശ്യത്തിലേറെ എരിവിരി കയറ്റി കൊടുത്തിട്ട് നമ്മൾ ജലജയും അഭിയാണെങ്കിൽ അവിടുന്ന് റൂമിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അനാമികയാണ് കാണിക്കുന്നത്. അനാമികയാണെങ്കിൽ രേവതി അടുത്ത് പറയുന്നതുകൊണ്ട് നമ്മൾ പിന്നെ നാളെ പൊടുപ്പും തൊങ്ങലും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ചാനലുകാർക്ക് കൊടുത്ത് ന്യൂസ് നാളെയാണ് പുറത്ത് വരുന്നത്. എന്തായാലും നാളത്തെ ഒരു പ്രഭാതം ഉണ്ടായില്ലായിരുന്നു എന്ന് അനന്തപുരിക്കാർ വിചാരിക്കും. ആ രീതിയിൽ അവരെന്തായാലും നാളെ എന്തായാലും ചാനലിൽ ഇൻ്റർവ്യൂ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ നാണം കെടുമെന്നൊക്കെ പറയുന്നുണ്ട്. അനാമിക രേവതി അടുത്ത് പറയുന്നുണ്ട് എന്നാലും ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ നിർത്തത്തില്ല, അനന്തപുരിയിലെ മഹാരാജാവുണ്ടല്ലോ അവരെ ഇരിപ്പിടം വിളക്കുന്ന രീതിയിൽ ഞാൻ ഓരോന്നും ഞാൻ ചെയ്ത് തീർക്കുമെന്ന് പറയും കേട്ടോ. അവരെ ഞാൻ അത്രയ്ക്ക് നാണം കെടുത്തിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് ഞാനിങ്ങനെ പിന്നെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അഭിയാണെങ്കിൽ അനാമികയെ വിളിക്കുന്നുണ്ട്. അഭി ചോദിക്കുന്നുണ്ട് മോളെ എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട് അഭിയേട്ടാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം നാളത്തെ ഒരു പുലരി ഇല്ലായിരുന്നു എന്ന് അനന്തപുരിക്കാർ വിചാരിക്കുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അഭിക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. അഭി പറയുന്നുണ്ട് എന്തായാലും മോളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നിനക്ക് സപ്പോർട്ടായിട്ട് എല്ലാത്തിനും ഞാനുണ്ട്, പക്ഷേ ആരും അറിയരുത് ഇതിൻ്റെ പിറകിലൊക്കെ ഞാനാണെന്നുള്ള കാര്യം ആരും അറിയില്ലെന്ന് പറയും. അനാമിക പറയില്ല അഭിയേട്ടാ ഞാൻ ആരും പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അഭിയാണെങ്കിൽ ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജലജ പറയുന്നുണ്ട് എന്തായാലും അവളെന്തായാലും ഒരു കലക്കും, എന്തായാലും എനിക്ക് സന്തോഷമായെന്നൊക്കെ ഇതിൽ അമ്മയും മോനും നല്ല സന്തോഷത്തിലിരിക്കുക. നമ്മൾ അഭി പറയുന്നുണ്ട് അമ്മയ്ക്ക് അറിയാലോ അവൾ ഒന്നാം തരം വിഷപ്പാമ്പാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറയും കേട്ടോ. അപ്പം അവൾ ഇവിടുന്ന് നല്ല രീതിയിൽ കോമ്പൻസേഷൻ അവൾ വാങ്ങിച്ചെടുക്കാൻ അവൾ നോക്കും. കാര്യം വെച്ചാൽ അവൾ അച്ഛനാണെങ്കിൽ നല്ല കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവർക്ക് എന്തായാലും പൈസയുടെ നല്ല ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ കോമ്പൻസേഷൻ മേടിച്ചെടുക്കാനും ഇവരെയൊക്കെ എത്രത്തോളം നാണം കെടുത്താൻ നോക്കും അത്രത്തോളം നാണം കെടുത്താനും അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. എന്തായാലും അവളെ പിറക്കെ ഞാൻ അവൾക്കൊരു സപ്പോർട്ടായിട്ട് നിന്ന് അവൾക്ക് വേണ്ടിയത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. കാര്യം വെച്ചാൽ ഇവിടെ ഉള്ളവർക്കൊരു മനസ്സമാധാനമോ കാര്യങ്ങളോ അവൾ കൊടുക്കരുത്, അതാണ് എൻ്റെ ആഗ്രഹം. അവളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഇളക്കി അവളെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇവർക്കിട്ട് ഓരോന്ന് ചെയ്യാൻ അവളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. അവർക്ക് ഇവിടെ ഉള്ളവർക്കൊരു സമാധാനം ഞാൻ കൊടുക്കത്തില്ല എന്നൊക്കെ പറയുകയെ. പക്ഷേ എന്നാലും നമ്മൾ അഭിക്കൊരു ടെൻഷൻ ഉണ്ട്. കാര്യം വെച്ചാൽ ഇടയ്ക്ക് അഭിയാണെങ്കിൽ കള്ളക്കടത്ത് സ്വർണ്ണം ജ്വല്ലറി വഴി വിറ്റ് തീർത്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ അഭിയാണെങ്കിൽ ഒതുക്കി തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിപ്പം നന്ദു കുത്തിപ്പൊക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. അപ്പം അഭിയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും അവൾ ഇവിടെ ചിലപ്പം വന്ന് കയറാൻ പാടില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നയനയും കാട്ടി അപകടകാരിയാണ് പിന്നെ നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദുവും കൂടെ ഇവിടെ വരാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കരുത്, വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ എതിർചേരിയിലുള്ളവർക്ക് കുറച്ചും കൂടെ ബലവും കാര്യങ്ങളും കൂടും. പിന്നെ ഞാനാണെങ്കിൽ ആ സ്വർണം
മറ്റേ വിറ്റ് തീർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ജലജ ചോദിക്കും, അപ്പം നിൻ്റെ ഭാര്യയും കുഞ്ഞും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അഭി പറയുന്നുണ്ട് അവളാണ് എൻ്റെ ഒരു തുറപ്പിച്ചിട്ട്, എന്തായാലും അവളെ മുറുക്കി പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഭിയാണെങ്കിൽ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആണെങ്കിൽ പിറ്റേ ദിവസം കാണിക്കുന്നത് നമ്മളെ കിരണിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കിരണാണെങ്കിൽ അവളെ ജോഗിങ്ങിനൊക്കെ പോയേക്കുവാണേ. ആ സമയത്ത് നമ്മളെ കല്യാണി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിരണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കിരണേട്ടാ ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടേ. നമ്മളെ കിരൺ ചോദിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കല്യാണി പറയും കിരണേട്ടാ അത് എത്രയും പെട്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ കിരൺ ആണെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആദർശനെ കുറിച്ചുള്ള ന്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ കിരണാണെങ്കിൽ ആകെ സങ്കടമാവുന്നുണ്ട്. അതിന് നമ്മളെ കിരണാണെങ്കിൽ ആദർശനെ വിളിക്കുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ നമ്മളെ നയനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ടൈമാട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശം എഴുന്നേറ്റിട്ടില്ല. ഫോൺ റിങ് അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ നയന വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കിരൺ അപ്പോൾ എന്താ കിരണേട്ടാന്ന് ചോദിക്കുമ്പം കിരൺ പറയുന്നുണ്ട് ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് നോക്ക്, നമ്മൾ മൂടി വെച്ച സത്യങ്ങളെല്ലാം പുറത്ത് അറിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കിരൺ പറയുന്നുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നത്. ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശനെക്കുറിച്ച് ഇങ്ങനെയുള്ള വാർത്തയാണ് കേട്ടോ. ആദർശന് ഒരു കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചുണ്ടെന്നൊക്കെ ഉള്ളൊരു വാർത്തയാണ് വരുന്നത്. ഈ ന്യൂസ് കുറച്ചൊക്കെ ഇവർ കേൾക്കുന്ന സമയത്താണെങ്കിൽ ഇവർ കണ്ണും തള്ളിയൊക്കെ നിൽക്കും കേട്ടോ ഇത് കേട്ടിട്ട്. അങ്ങനെ ആദർശനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഇത് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നയനെ ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ഇതൊക്കെ ആരാ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭി എന്തായാലും ചെയ്യത്തില്ല, അവനിക്ക് ചെയ്യാനുള്ളൊരു ധൈര്യവും കാണത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അനാമികയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ചിലപ്പോൾ അവളാവാനാണ് സാധ്യത. കാര്യം അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലേ, അപ്പം അതിന് വേണ്ടിയുള്ള ദേഷ്യത്തിന് അവൾ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് എന്തായാലും അനാമിക ഒറ്റയ്ക്ക് ഇതെന്തായാലും ചെയ്യത്തില്ല, ഇതേപോലെ ഇതിന് കൂട്ടിൽ എന്തായാലും അഭിയും കാണും, അവനിക്കാണ് ഇങ്ങനെയുള്ള ചാനലുകാരെയൊക്കെ അറിയാവുന്നതെന്ന് പറയും കേട്ടോ. അപ്പം നമ്മളെ നയന പറയുന്നുണ്ട് അങ്ങനെ അവൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്തായാലും പുറം ലോകം അറിയും, അവന് നാറുമെന്ന് പറയും കേട്ടോ. ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും അവന് നാറുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞൊരു ദേഷ്യഭാവത്തിലൊക്കെയാണ് നമ്മളെ നയന നിൽക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.